ഇന്ന് നമുക്ക് സെമി ബനാറസിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ബ്ലാക്ക് സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലൗസ് ഞാൻ അഡീഷണൽ പെയർ ചെയ്തിരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 2680 റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരീസാണ്. നല്ല ഉടുത്താലും നല്ല ഒതുങ്ങി കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സാരീസ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അതെ, ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് അതിനകത്ത് ഇനിയുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 3-4 ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ 2680 റേഞ്ചിൽ നല്ല അഫോർഡബിൾ റേഞ്ചിലും വന്നിരിക്കുന്ന സാരീസ്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ അടിപൊളി കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഇതേപോലെ ഡിസൈൻ വന്നിട്ടുള്ള സാരി. അതായത് ഇതെല്ലാം നമ്മുടെ വീവ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. സെമി ബനാറസിയിൽ വന്നിരിക്കുന്ന അടിപൊളി സാരീസ് ആട്ടോ. നല്ല ഒതുങ്ങി കിടക്കും. ഇപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഉടുത്ത് നന്നായിട്ട് കിടക്കും. ആരുടെ ഹെൽപ്പൊന്നും വേണ്ട, നമുക്ക് തന്നെ ഉടുക്കാൻ പറ്റും. അത്രയും ഈസിയാണ് ഇത് ഡ്രേപ്പ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബ്ലൗസ് വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. 2680 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി ബ്ലാക്ക്. സാരി നമ്പർ 1 ആണിത്. ഇതാണ് അതിൻ്റെ ബോർഡർ ഡിസൈൻ. വരുമ്പോൾ ഇങ്ങനെ വരും. ബോഡിയിൽ ഈ ഒരു നല്ല ജെറ്റ് ബ്ലാക്ക് ടോൺ ആട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് ഇതൊക്കെ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ബനാറസി സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. അതേപോലെ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. 2680 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാട്ടോ ഈ സാരീസൊക്കെ വന്നിരിക്കുന്നത്. ഇത് അടുത്ത കളർ നോക്കിയാൽ നല്ല ഒരു സൂപ്പർ ക്യൂട്ട് ഒണിയൻ പിങ്ക് കളർ. നല്ല ഭംഗിയുള്ള കളർ ഒണിയൻ പിങ്ക്. സാരി നമ്പർ 2 നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ആട്ടോ. നല്ല രസമാണ് കാണാൻ. ഇതാണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 2 ഇതങ്ങനെ ട്രാൻസ്പെറൻറ്റും അല്ല കേട്ടോ. ഇനി 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. ഇത് കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. ഒരു ചെറിയൊരു ജോർജറ്റ് ഫീലിൽ വരുന്ന മെറ്റീരിയലാണിത് കേട്ടോ. നമ്മുടെ ഖടി ജോർജറ്റിൻ്റെയൊക്കെ ആ ഒരു ഫീലിൽ തന്നെ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയില്ല. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര ഇങ്ങനെ ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്ന രീതിയിലൊന്നും കിടക്കില്ല. സാരി നമ്പർ 3 ഗ്രീൻ. സാരി നമ്പർ 3 നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ആട്ടോ. ഇതിൻ്റെ ഒരു കളർ ഭയങ്കര രസമാണ്. ബോട്ടിൽ ഗ്രീൻ്റെ അത്രയും ഭയങ്കര ഡാർക്കും അല്ല, എന്നാൽ ലൈറ്റും അല്ല. നല്ല ഭംഗിയുള്ള കളറ്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് ഇത് വരും. 2680. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ, അല്പം ഒരു പിങ്ക് ചേർന്നിട്ടുള്ള പോലെ ഒരു ലാവൻഡർ ഇല്ലേ, അതാട്ടോ. സാരി നമ്പർ 4. സാരി നമ്പർ 4 ഫങ്ഷനൊക്കെ കൊടുത്താൽ നല്ല രസമായി സാരീസൊക്കെ. മുന്താണി. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ. ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് എല്ലാം. മെറൂൺ ബ്ലൗസ്. നല്ല അടിപൊളി മെറൂൺ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു വൈൻ പർപ്പിൾ. വൈൻ പർപ്പിൾ. സാരി നമ്പർ 6. സാരി നമ്പർ 6 എല്ലാം നല്ല ഷെയ്ഡാട്ടോ. സാരി നമ്പർ 6. സാരി നമ്പർ 7. ഈ 7ഒക്കെ നോക്കിയേ, നല്ല ഭംഗിയുണ്ട്. ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7. സാരി നമ്പർ 7. ബ്ലൗസ്.
സാരി നമ്പർ 8 വരുമ്പോഴും നല്ലൊരു ഷെയ്ഡ്. അയ്യോ എന്ത് രസമല്ലേ ഷെയ്ഡൊക്കെ. സാരി നമ്പർ 8 നല്ലൊരു വൈൻ പിങ്ക്, അങ്ങനെ ഒരു ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ ഇതൊക്കെ. സാരി നമ്പർ 8. ഇതിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സ് എല്ലാം നല്ല അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 8. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെമി ബനാറസിയിൽ 2680 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്